മൃഗങ്ങൾ പല കാലത്തും രാഷ്ട്രീയ വിഷയമാകാറുണ്ട്. പശുവും പട്ടിയും ആനയും കടുവയും പുലിയുമെല്ലാം ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മൃഗങ്ങളാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത കോഴിയും കാളയുമൊക്കെയാണ് ഈ അടുത്ത കാലത്ത് സമരത്തിനെത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ മഹിളാ മോർച്ച പാലക്കാട് നടത്തിയ സമരത്തിലെ നായകൻ കോഴിയായിരുന്നു. പിന്നാലെ കാളയുമായും പ്രതിഷേധക്കാരെത്തി. സമരങ്ങൾ നാട്ടിൽ അനുവദനീയമാണെങ്കിലും മൃഗങ്ങളുമായി സമരം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അഴിയെണ്ണേണ്ടി വരും. മിണ്ടാപ്രാണികളാണെങ്കിലും അവർക്കുമുണ്ട് സംരക്ഷണ നിയമമൊക്കെ. മൃഗങ്ങളെ മുൻനിർത്തിയുള്ള സമരത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പശുക്കൾ എല്ലാ കാലത്തും സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. 1966 പാർലമെന്റിലേക്ക് സന്യാസിമാരും ഗോരക്ഷാവാദികളും ഗോവധ നിരോധനം നടപ്പാക്കാൻ പശുക്കളുമായാണ് സമരം നടത്തിയത്. തെരുവ് നായ അക്രമത്തെ തുടർന്ന് കേരളത്തിൽ ചിലയിടങ്ങളിൽ വളർത്തുനായ്ക്കളുമായി എത്തിയിട്ടുള്ള സമരങ്ങളും നടന്നിട്ടുണ്ട്. തെരുവ് നായ അക്രമം സഹികെട്ട് ഒറ്റയ്ക്കും കൂട്ടായുള്ള സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആനയും പുലിയും കടുവയുമൊക്കെ സമരങ്ങളിൽ വിഷയമായിട്ടുണ്ട്. ഈ മൃഗങ്ങളെ പക്ഷേ സമരത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ പാലക്കാട് MLA-യുടെ രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ കോഴി ചത്തതോടെ കഥ മാറി. മൃഗസംരക്ഷണ വകുപ്പിനും അനിമൽ വെൽഫെയർ ബോർഡിനും മുന്നിലും പരാതിയെത്തി. എന്താണ് മൃഗങ്ങളുമായി സമരം നടത്തിയാലുള്ള ശിക്ഷയെന്ന് നോക്കാം. മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള സമരങ്ങൾ മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ ഗണത്തിൽപ്പെട്ടാൽ ശിക്ഷ ലഭിക്കും. സമരത്തിൽ മൃഗങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നിയമ നടപടികൾ വരുന്നത്. 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിലെ സെക്ഷൻ 11 പ്രകാരം മൃഗങ്ങൾക്ക് അനാവശ്യ വേദനയോ കഷ്ടപ്പാടോ ഉണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയും കുറ്റകരമാണ്. ഇത്തരത്തിൽ കണ്ടാൽ ഏതൊരാൾക്കും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം. ആദ്യ തവണ കുറ്റം ചെയ്താൽ 10 രൂപ മുതൽ 50 രൂപ വരെ പിഴ. 3 വർഷത്തിനുള്ളിൽ വീണ്ടും കുറ്റം ചെയ്താൽ 25 രൂപ മുതൽ 100 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 3 മാസം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആയ ശിക്ഷ ലഭിക്കും. അമിതമായി ജോലി ചെയ്യിപ്പിക്കുക, അവയുടെ പ്രായത്തിനോ ആരോഗ്യത്തിനോ ചേരാത്ത രീതിയിൽ മൃഗങ്ങളെ ജോലിക്ക് ഉപയോഗിക്കുക, മൃഗങ്ങൾക്ക് ശരിയായ തീറ്റയോ വെള്ളമോ പാർപ്പിടമോ നൽകാതെ സമരത്തിൽ ഉപയോഗിക്കുക, അവയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലധികം അധിക ഭാരം കയറ്റുക, അനാവശ്യ വേദന നൽകുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക, അടിക്കുക, കാലുകൊണ്ട് ചവിട്ടുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായ ആൾക്ക് പിഴയും തടവും ലഭിക്കാം. നിലവിൽ പിഴത്തുക ചെറുതാണെങ്കിലും മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൽ ഭേദഗതികൾ വരാനിരിക്കുന്നതിനാൽ ഭാവിയിൽ ശിക്ഷ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.